ഹലോ ഗൈസ്, ടെർമിലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ വിഷുവിന്റെ അന്ന് ഇവിടെ കുവൈറ്റിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഡ്രൈവിംഗിന്റെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് തന്നെയുള്ള ഒരു AV ഗൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ അവിടെ ശ്രീനാഥ് സാറും ഗിരി സാറും കൂടി നടത്തുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അവിടെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിശ്വസത്തോടെ കൊടുക്കാന്നുള്ള ഒരു ഏജൻസി തന്നെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു 3 മാസമാണ് അവർ ടൈമിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മെഡിക്കൽ അങ്ങനെ എല്ലാം കൂടി പറഞ്ഞു ഒരു 3 മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും മുന്നേ ഒരു 2 മാസം കൊണ്ട് എനിക്ക് എല്ലാം ക്ലിയർ ആയി കിട്ടി. അപ്പോൾ നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ അതിൽ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. ഈ പുറത്ത് ജോലിക്കൊക്കെ നോക്കണവർക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം കേട്ടോ ഗൈസ്. ഇപ്പൊ അതേപോലെ തന്നെ ഏജൻസി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും. അതേപോലെ നല്ലൊരു സ്നേഹം, അതായത് അടിപൊളിയായിട്ട് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, മനസ്സിലാക്കി എല്ലാം തരും. അപ്പൊ അതേപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നു, ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ അതേപോലെ തന്നെ ഷംനാദ് ബ്രോ ഉണ്ടായിരുന്നു. ഷംനാദ് ബ്രോ ആണെങ്കിലും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡാണ് ആൾക്ക്. അപ്പൊ ആളും നമുക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു ഏജൻസി തന്നെയാണ്. അപ്പോ അങ്ങനത്തെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പാർക്കിലേക്കൊക്കെ ഇറങ്ങിയേക്കാണ്. ഇങ്ങനെ ഇനിയിപ്പോ ഇവിടെ എന്തായാലും ഒരു 2 മാസം ഏകദേശം ഒരു മെഡിക്കൽ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു 2 മാസത്തോളം വെയിറ്റ് ചെയ്യണം. മെഡിക്കൽ എടുക്കണം, അതേപോലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു ഏജൻസി തന്നെയാണ് കേട്ടോ അവരുടെ. ഗായ്സ്, അങ്ങനെ പാർക്കിലൊക്കെ കറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോ പിന്നെ ഇവിടെ അടുത്ത് ലോറി ഫുള്ള് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ലോറികളാണ് കേട്ടോ ഫുള്ള്. ഇത് വോൾവോന്റെ അല്ലടാ, ഇത് വോൾവോ. മാന്റെ ലോറികള്, കണ്ടമാനം ലോറികളാണ് കേട്ടോ. ഭാരത് ബെൻസ്, ഇത് ഭാരത് ബെൻസ് ആണോ? ഇത് സാധാ ബെൻസ് അല്ലേ? ബെൻസ്, വോൾവോ, അങ്ങനെ ഇഷ്ടം പോലെ ലോറികൾ കണ്ടോ ഇവിടെ? ആ അതെ, ഇഷ്ടം പോലെ ലോറികളാണ് കേട്ടോ ഇവിടെ കാണുന്ന. ഫുള്ള് ട്രക്കുകളാണ്, വലിയ വലിയ ട്രക്കുകൾ കണ്ടില്ലേ? ബെൻസ് ഉള്ളോട്ടോ ഫുള്ളും, എല്ലാം ബെൻസാ കാണുന്നതെല്ലാം ബെൻസോളാ. എല്ലാം പാർക്ക് ചെയ്തിട്ടേക്കാം. ഈ ഒരു സെക്ഷൻ ഫുള്ള് ബെൻസാട്ടോ. ബെൻസിന്റെ ഒക്കെ അടിപൊളി ലോറി എന്ന് പറഞ്ഞാൽ അടിപൊളി ലോറി കേട്ടോ. ഇത് നോക്കിയേ, ഇതൊക്കെ കണ്ടോ? ഇതിന്റെ ലുക്ക് നോക്കിയേ, എന്താ ലുക്ക്! അയ്യോ, അടിപൊളി കേട്ടോ. ബെൻസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാധനം. ബെൻസിന്റെ ലോറി ട്രക്ക് നല്ല വലിയ ട്രക്കുള്ളട്ടോ. ബെൻസ് മൊത്തം ബെൻസാട്ടോ. നമ്മുടെ കൂടെയുള്ള പയ്യൻ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുകയാണ് കേട്ടോ. അവന് ടയേർഡായി, നടന്നിട്ട് ടയേർഡായി. ഇത് നോക്കിയാ, ഇത് ഫുള്ള് ബെൻസിന്റെ ഫുള്ള് ഇവിടെ ബെൻസോ. അപ്പൊ ഞങ്ങളിങ്ങനെ കണ്ട് നടക്കാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളാണ് ഇവിടെ, അടിപൊളി. ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ കാണുന്നത് ഒരു പാർക്കാണ് കേട്ടോ. പാർക്കിലേക്കൊക്കെ കറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാണ്ട്, സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ കറങ്ങണം. അങ്ങനെ ഞാനേ പള്ളി ഇറങ്ങിയിട്ട് പ്രകാശിനെ വിളിക്കും. ആ ശരി. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പൊ അപ്പുറത്തന്നെ ഗ്രാൻഡ് ഉണ്ട്, ഇവിടെ ഒരു നെസ്റ്റോ ഉണ്ട്. നെസ്റ്റോയിലേക്ക് ഇറങ്ങുക. നെസ്റ്റോയിലേക്ക് ഒരു കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വാങ്ങണ്ട. ഇവിടെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റേഷനറി പോലത്തെ ഐറ്റംസ്, അതുപോലെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ഗൈസ്, കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരത്തേക്ക് മുട്ട ബിരിയാണി വയ്ക്കാനാണ് പ്ലാൻ കേട്ടോ. മുട്ട ബിരിയാണിക്കുള്ള തക്കാളിയൊക്കെ വാങ്ങിക്കണം കേട്ടോ. തക്കാളി കാര്യങ്ങൾ, അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. ايوه ما كملتيش الراجل اللي عنده 33 مال عاوز ساكن معانا يعني جنبي شغال معايا الراجل لسه ما اتجوزش. അങ്ങനെ മുട്ട ബിരിയാണി വെക്കട്ടെ, അതിനുള്ള തയ്യാറെടുപ്പില്ല. സാധനങ്ങളൊക്കെ മേടിക്കട്ടെ. 7 മുട്ട. മുട്ട ബിരിയാണിക്കുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്. ബാക്കി കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കുന്നു. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടാ, ലാസ്റ്റ് ഫൈനലി റൂമിലേക്ക് എത്തി. അതേപോലെ മുട്ട ബിരിയാണിക്കുള്ള ഐറ്റംസ് ഇവിടെ തയ്യാറെടുക്കാണ്. ഇവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്താൽ
അതേപോലെ ഉള്ളി അരിയുണ്ട്. ഇത് നഹാസാണ് കേട്ടോ ഉള്ളി അരിയിൽ കാര്യങ്ങളൊക്കെ. അതേപോലെ പ്രകാശന് അപ്പുറത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി അരിയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല വിശപ്പായിട്ടുണ്ട്, നല്ല വിശപ്പ്. സംഗതി മുട്ട ഗ്രേവിയാക്കി സെറ്റാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ അപ്പുറത്ത് ബിരിയാണി ദമ്മുണ്ട്. ഗൈസ് ഫൈനലി ഇത് നമ്മുടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ട ബിരിയാണി എല്ലാം റെഡിയായി. പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണം, നല്ല ഉറക്കം വരുന്നുണ്ട്.